നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ലീഗിൻ്റെ മലപ്പുറവും പൊന്നാനിയും. ഇത് രണ്ടും പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ലീഗ് കോൺഗ്രസിൻ്റെ അടുക്കൽ ശാഠ്യം പിടിച്ചു നിന്നത്. പൊന്നാനിയും മലപ്പുറവും എപ്പോഴും അത് ലീഗിന് തന്നെ എഴുതി വച്ചിട്ടുള്ളതാണ്. അവിടെ മറ്റാർക്കും തന്നെ അവിടെ ചെങ്കൊടി പാറിക്കാനായിട്ട് അവർ അനുവദിക്കത്തില്ല. പച്ചക്കൊടി ഒരിക്കലും അവിടെ താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ്. ഇക്കുറി പൊന്നാനിയും മലപ്പുറവും സ്ഥാനാർത്ഥികൾ പരസ്പരം മാറുന്നുമുണ്ട്. അതായത് ഇ.ടി. മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയുമാണ്. ഇവരാണ് നാളുകളായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. മറ്റൊന്നുമില്ല, ഒരു കാലിലെ മന്തെടുത്ത് മറ്റേ കാലിലോട്ട് വയ്ക്കുന്നത്. ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിൽ. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ പൊന്നാനിയിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അല്പം പരുങ്ങലിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കുറി പൊന്നാനിയിൽ കടുത്ത മത്സരം തന്നെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. പൊന്നാനിയിൽ ഹംസയാണ് മത്സരിക്കുന്നത് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഹംസ ലീഗിൽ നിന്ന് വന്ന ആളാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ പിണറായി അതിനിശിതമായി വിമർശിച്ച ഹംസ ഇക്കുറി LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ UDF ഹംസയുടെ പ്രസംഗം ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനിയിൽ UDF-ന് പലതരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയുമാണ് നിൽക്കുന്നത്. സമസ്തയുടെ വോട്ട് ചോർന്നാൽ ആഘാതം കുറയ്ക്കാൻ കരുനീക്കങ്ങളുമായിട്ട് ലീഗ് മുമ്പോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസ് വോട്ട് പരമാവധി സമാഹരിക്കാൻ UDF ബന്ധം ശക്തമാക്കാൻ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രചാരണത്തിന് കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെ ഇറക്കി ഐക്യസന്ദേശം താഴെത്തട്ടിലെത്തിക്കും. സ്ഥാനങ്ങളെ ചൊല്ലി 5 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായ തർക്കം ഇനി ചെറിയ മുണ്ടം പഞ്ചായത്തിലെ പരിഹരിക്കാനുള്ളൂ. ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകും. വെള്ളിയേട്ടൻ മനോഭാവവും ലീഗ് ഉപേക്ഷിക്കും. മുന്നണി ഐക്യത്തിനൊപ്പം അബ്ദുൾ സമദ് സമദാനിയുടെ വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ UDF വോട്ട് കാര്യമായി ചോരില്ലെന്നാണ് ലീഗിൻ്റെ പ്രതീക്ഷ. 7 അസംബ്ലി സീറ്റിൽ 4ഇടത്തും LDF ആണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി, തിരൂർ മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് മുന്നിലെത്താറുള്ളത്. കെ സുന്നികൾക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളാണിത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നാടാണ് തിരൂരങ്ങാടി. സമസ്തയുടെ പ്രഹരം ലീഗ് ഏറെ ഭയക്കുന്നതും ഈ മണ്ഡലങ്ങളിലാണ്. ഇത് മറികടക്കാൻ LDF MLA-മാരുള്ള താനൂർ, തവന്നൂർ, തൃത്താല, പൊന്നാനി മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്താൻ ലീഗിന് പദ്ധതികളുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വസതിയിലെത്തി സമദാനി സൗഹൃദം പങ്കിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലീഗ് സൈബർ വിങ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ UDF LDF-ഉം തമ്മിൽ 6000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇടഞ്ഞാൽ ലീഗിനാണ് നഷ്ടമെന്ന് ബോധ്യപ്പെടുത്താൻ സമസ്ത ശ്രമിച്ചാൽ വോട്ട് ചോരാം. സംഘടനാപരമായി സമസ്ത ഇതിന് തുനിയില്ല. അതേസമയം സമസ്തയുടെ പണ്ഡിതരെ അപമാനിച്ചവർക്ക് മറുപടി നൽകേണ്ടത് അഭിമാന പ്രശ്നമാണെന്നും ഇല്ലെങ്കിൽ ലീഗിന് കൂടുതൽ വിധേയപ്പെടേണ്ടി വരുമെന്നും കാട്ടി ലീഗ് വിരുദ്ധർ നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയെയും കൂട്ടുപിടിക്കുന്നുണ്ട്. പ്രതിഷേധമായി വോട്ട് ചെയ്യാതെ മാറി നിൽക്കണമെന്നാണ് രഹസ്യമായി ആവശ്യപ്പെടുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താതെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ച് മറുപടി നൽകണമെന്ന പക്ഷക്കാരും സമസ്തയിലുണ്ട്. LDF-ൽ നിന്ന് സമസ്ത ഒന്നും കാണാതെ പൊന്നാനിയിലേക്ക് ഇറങ്ങി മത്സരിക്കില്ല. അത് പേയ്മെൻറ്റ് സീറ്റ് തന്നെയാണ്. അങ്ങനെയാണ് LDF-ൽ എത്തിയിരിക്കുന്നത്. വലിയ ധനികനായിട്ടുള്ള ഹംസ അവിടെ പണം ഒഴുക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പൊന്നാനിയിൽ ഇക്കുറി ലീഗിൻ്റെ കാര്യം പരിങ്ങലിലാകും എന്നാണ് സംശയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പച്ചക്കൊടി താഴുകയും ചെയ്യും.